പണ്ടൊക്കെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ തന്നെ അന്നത്തെ ദിവസം മാത്രമേ പുതിയ ഡ്രസ്സ് കിട്ടുള്ളൂ. വർഷത്തിൽ 2 പുതിയ ഡ്രസ്സ്. പിന്നെ ആരെങ്കിലും കല്യാണം വരണം ഡ്രസ്സ് കിട്ടണമെങ്കിൽ, ബന്ധുക്കളുടെ, ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ. പിന്നെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് യൂണിഫോം. ഇത്രയും ഇതോടുകൂടി നമ്മളുടെ ആ കോട്ട അവസാനിച്ച്, ഡ്രസ്സിൻ്റെ കോട്ട. ആരെങ്കിലും പിന്നെ ഏറ്റവും അടുത്ത കസിൻസിൻ്റെ അമ്മമാരുടെ കല്യാണം അല്ലെങ്കിൽ അവരുടെ അടുത്ത ആളുകളുടെ കല്യാണം ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഡ്രസ്സുകൾ. ഇപ്പോഴത്തെ പിള്ളേരുടെ സൗകര്യമൊന്നും ഇല്ലല്ലോ അന്ന്. 2 ഡ്രസ്സ് കൊണ്ടൊക്കെ നമ്മൾ 2 പുതിയ ഡ്രസ്സ് കൊണ്ട് ഒരു വർഷമൊക്കെ ചിലപ്പോൾ കഴിക്കേണ്ടി വരും. അപ്പൊ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഡ്രസ്സിനും കൂടി വേണ്ടിയുള്ള സിനിമ അന്ന് നമുക്ക് ലൈസൻസ് ഉള്ള സാധനങ്ങളാണ്. അന്നത്തെ പെരുന്നാളിന് കളമശ്ശേരി പ്രീതി വരെ തൊട്ടടുത്ത തിയേറ്ററിൽ പോകാനുള്ള വകുപ്പുള്ളൂ എല്ലാം കൊണ്ടും. അല്ലെങ്കിൽ മറ്റേത് എറണാകുളത്തേക്ക് പോകണമെങ്കിൽ ബസ്സിന് പോകണം. പിന്നെ തിയേറ്ററിൽ ടിക്കറ്റ് വേറെ. പിന്നെ ആ ക്യൂവിൽ കയറി പണ്ട് മൈമൂൺ ലുലു തിയേറ്ററിൻ്റെ ഒക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാൻ പാടില്ല. കവിത തിയേറ്ററിൻ്റെ ഒക്കെ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1/2 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു ദൂരം. ഇത്രയുള്ള ഒരാൾക്ക് കഷ്ടി നിൽക്കാനേ പറ്റുള്ളൂ. അതിനകത്ത് ഇന്ന് തിങ്ങിയൊക്കെ കയറിയിട്ട് പെരുന്നാളിൻ്റെ അന്നൊക്കെ നല്ല തിരക്കായിരിക്കില്ലേ. അവിടെയൊക്കെ പോയി ഇടികൊണ്ട് സിനിമ കണ്ടിട്ടുള്ള